പറഞ്ഞില്ല ഇത് ചെയ്ത നന്ദു അല്ലാന്ന്. നന്ദുവല്ലായിരിക്കാം, വിക്രമനായിക്കൂടെ? അയാൾക്ക് ഒരുപാട് ബാധ്യതയുള്ള ആളല്ലേ. അയാൾ ഒളിപ്പിച്ച സ്വർണം നന്ദു കണ്ടുപിടിച്ചതായിക്കൂടെ? അതുമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് വിക്രമന്റെ ഫോൺ നിങ്ങളുടെ ടവർ ലൊക്കേഷനിൽ ആക്റ്റീവുമായി. മനുഷ്യനല്ലേ, ഒരു തെറ്റൊക്കെ പറ്റാം. പറയാത്ത എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു അച്ഛന്? അല്ല, പിന്നീട് അറിഞ്ഞത് എന്തെങ്കിലും? ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ പേഴ്സൺ, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം കണ്ട് മോഷണ ശ്രമത്തിന് ഇടയ്ക്ക് നടന്ന ഒരു മർഡർ. നിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അല്ലേ ഗായത്രി? ഇവനങ്ങനെ മറക്കാൻ പറ്റുമോ? ഫെലിക്സിനോടൊപ്പമുള്ള നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഗായത്രിക്ക് തന്നെ മനസ്സിലായി. നീയൊക്കെ കാരണം തൊലഞ്ഞു പോയതേ എന്റെ ജീവിത. പറയാൻ ഇല്ല, എനിക്കറിയത്തില്ല. ഈ കിടന്ന കിടപ്പിനോട് കിടന്ന് നിങ്ങളെ പൊട്ടന്മാരാക്കാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. പുറത്തു നിന്റെ അമ്മയുണ്ടെന്നൊന്നും നോക്കില്ല, നിന്റെ ബാക്കിയുള്ള വാരിലും കൂടി ഒരു ഞാൻ കെട്ടി തോക്കും. ഞാൻ ഫെലിക്സിനെ ആദ്യമായിട്ട് കാണുന്നത് ബാംഗ്ലൂരിലെ പബ്ബിൽ വെച്ചിട്ട്. ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് ഞാനും ഫെലിക്സും പരിചയപ്പെടുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ച ഫെലിക്സിന്റെ വഴിവിട്ട ജീവിതത്തിൽ ഞാനും കൂടെ കൂടി. കോളേജുകളിലെല്ലാം MS അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഫെലിക്സായിരുന്നു. പലപ്പോഴും ഞാനും അതിൽ പങ്കാളിയായി. കേരളത്തിനകത്തും പുറത്തും ഫെലിക്സിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കോളേജ് വെക്കേഷന് മുമ്പ് ഒരു ഡീലിന് ക്യാഷ് മൊത്തത്തിൽ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് കല്യാണ പർച്ചേസിന് വന്ന ഇവരെ ജ്വല്ലറി വെച്ച് കാണുന്നേ. അവരെ ഞങ്ങൾ ഫോളോ ചെയ്ത് വീട് ലൊക്കേഷൻ സ്കെച്ച് ചെയ്തു. എല്ലാ കാര്യത്തിനും ഫെലിക്സിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്ന് ജ്വല്ലറിയിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കുന്ന പോലെ ആ വീട്ടിൽ ചെല്ലാൻ എന്നെ ഏൽപ്പിച്ചു. ആരുടെയും കണ്ണിപ്പെടാതെ ഞാൻ അകത്ത് കയറി. രാത്രിയിൽ അവനെ ഒളിച്ചിരിക്കാനുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുത്തു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഞങ്ങൾക്കെതിരെ ഒരു പോലീസ് ജീപ്പ് വന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തോടെ ഒരു ലോറി പാസ് ചെയ്ത് പിടിക്കപ്പെടാതിരിക്കാൻ ഞാൻ ആ ബാഗ് ലോറിയുടെ മുകളിലേക്ക് എറിഞ്ഞു. അത് ഞാൻ ലോറിയുടെ മുകളിൽ എറിഞ്ഞു. ആരെ കെട്ടിക്കാനുള്ള ബാഗ് എടുത്ത് ലോറി കിട്ടുന്നു. എന്നാ പൂക്കയും പോന്നു. ഞങ്ങളിന്ന് മിസ്സായ ബാഗിന് വേണ്ടി ഒരു ടീം എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയും. പറയടാ. പറയാം. അപ്പോ മിഷ
പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ പേപ്പോ? ഈ പ്ലാനിൽ ഫിലിക്സും ഞാനും അല്ലാതെ ഫെലിക്സിനെ നിയന്ത്രിക്കുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഒരു മൂന്നാമൻ. മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഫിലിക്സും മൂന്നാമനും ചേർന്ന് അയാളെ തലക്കടിച്ച് വീഴ്ത്തി. പുറത്തിറങ്ങിയ ഫിലിക്സ് 2 ബാഗുകളിൽ ഒരെണ്ണം മൂന്നാമന് കൈമാറി. ആരായിരുന്നു ആ മൂന്നാമതൊരാൾ? പേരറിയില്ല, പക്ഷെ ഫിലിക്സ് പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാം. അയാളൊരു ബാംഗ്ലൂരുകാരനായിരുന്നു. പോലീസാണല്ലേ വന്ന? സ്ഥലം, ടൈം, ഡേഞ്ചർ ആണല്ലോ സാറേ. വന്നത് കേരള പോലീസ്, സ്ഥലം ബാംഗ്ലൂർ. നല്ല ബോധ്യമുണ്ട്. ഇതെന്റെ പബ്ബാ. ഇവിടെ വന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ. ഷോ കാണിച്ച നീ എന്തിയോടെ? മച്ചി, ബാംഗ്ലൂർ എനിക്കൊരു ഹെൽപ്പ് വേണം. നീ ബാംഗ്ലൂർക്ക് കയറി വേളിയ കൂട്ടത്തിൽ നിന്ന് അടിച്ചു തന്നാ ഞാൻ അറിയത്തില്ലെന്ന് കരുതി വിടാം. അരുണിന്റെ ഫ്രണ്ട് അല്ലടാ. അങ്ങ് കേരളത്തിൽ പണിഞ്ഞിട്ട് ഇങ്ങ് ബാംഗ്ലൂർ വന്നാൽ നീ സേഫാന്ന് കരുതോടാ. ഒന്നാര മോനെ.